എന്തോ കാര്യമായിട്ട് പറയാനുണ്ടെന്ന് തോന്നില്ല. അത്രയ്ക്ക് വലിയ കാര്യമൊന്നുമില്ല. എന്നാലും എന്റെ അമ്മ ചില സംശയങ്ങൾ ചോദിച്ചു. അതൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് തോന്നി. വേറെ ആരോടും ചോദിച്ചിട്ടല്ല, നേരിട്ട്. എന്നോട് എന്തും ചോദിക്കാം. കഴിവതും കള്ളം പറയില്ല. അങ്ങനെ പറഞ്ഞാരെയും വിശ്വസിപ്പിക്കാറുമില്ല. ഞാൻ മനസ്സിലൊന്നും വെക്കാതെ തുറന്നു ചോദിക്കുന്നത് ഒരു കാരണവശാലും ഫീൽ ചെയ്യരുത്. വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയെന്ന് വിചാരിച്ചാ മതി. ദിവ്യ, കാര്യം പറ. എന്റെ അച്ഛൻ അപകടത്തിൽപ്പെട്ട് മരിച്ചത് 10 വർഷം മുൻപ്. തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയത്ത് വെച്ച് ഒരു ലോറി ആക്സിഡന്റില്. അപ്പൊ ഞാൻ +1 പഠിക്കുന്ന സമയ. പിന്നീട് ഞാനും അമ്മയും തനിച്ചായിരുന്നു. അച്ഛന്റെ വേർപാട് എന്നെ വല്ലാതെ തളർത്തിയിരുന്നു. കുറെ കാലം ഞാൻ വല്ലാത്ത ഡിപ്രഷനിലായിരുന്നു. ഇതൊക്കെ ഇപ്പൊ പറയുന്നത് എന്തിനാ? അച്ഛൻ മരിച്ചിട്ടിപ്പോ വർഷങ്ങളായില്ലേ? അതെ. എന്നിട്ടും പരേതനായ എന്ന് പറഞ്ഞ് എല്ലായിടത്തും ഞാൻ എന്റെ അച്ഛന്റെ പേര് ഉപയോഗിച്ചു. അഭിമന്യു ചെയ്യിച്ച കല്യാണക്കുറിയിലും എന്റെ അച്ഛന്റെ പേരുണ്ടായിരുന്നു. എന്നിട്ടും അഭിമന്യുവിന്റെ അച്ഛന്റെ പേര് കണ്ടില്ല. അഭിമന്യുവിന്റെ അച്ഛൻ അതൊന്നും കൃത്യമായിട്ട് എനിക്കറിയില്ല. ഓർമ്മ വെച്ചതിന് ശേഷം ഞാൻ അയാളെ കണ്ടിട്ടില്ല. എനിക്ക് ആ മുഖം പോലും ഓർമ്മയില്ല. അപ്പൊ പിന്നെ എൻ്റെ അനിയത്തിയുടെ കാര്യം പറയണ്ടല്ലോ. അവളൊന്ന് കൈക്കുഞ്ഞ. അമ്മയെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് അമ്മ എന്നെ അച്ഛനെ കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. 10-25 വർഷം കടന്നുപോയില്ലേ. ഇതുവരെ ഒന്ന് അന്വേഷിച്ചു പോലും വരാൻ തോന്നാത്ത ആളുടെ പേര് ഞാൻ മറന്നു തുടങ്ങി. എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവില്ലേ? ഉണ്ടെങ്കിൽ എനിക്ക് കാണണ്ട. മനസ്സില് അയാൾ മരിച്ചു കഴിഞ്ഞു. നമ്മളെ തുല്യ ദുഃഖിതരാ. എനിക്കച്ഛൻ അപകടത്തിൽപ്പെട്ട ദുഃഖം, അബിക്ക് അച്ഛൻ ഉപേക്ഷിച്ചു പോയ ദുഃഖം. എനിക്കങ്ങനെയൊന്നുമില്ല. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ്, സങ്കടമാണ് എന്റെ അച്ഛൻ. പക്ഷെ അത് അഭിമന്യുവിന് വിഷയമല്ല. ഈ 2 കോൺട്രാസ്റ്റുകളില ഒരു പുതിയ ജീവിതം തുടങ്ങേണ്ടത്. നമുക്ക് നോക്കല്ലേ? എന്നാ ഞാൻ പൊക്കട്ടെ. ശരി. കഴിഞ്ഞ 6-7 മാസത്തോളമായി മോളെ ഇങ്ങോട്ട് കണ്ടില്ല. അമ്മയെ മറന്നു എന്റെ കുട്ടി. എനിക്കങ്ങനെ മറക്കാൻ പറ്റുമോ? എല്ലാ ദിവസവും മനസ്സിൽ ഞാൻ അമ്മയെ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ പിന്നെ തിരക്കുകൾക്കിടയിൽ സ്വസ്ഥമായിട്ടൊന്നും ഒന്ന് കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ. അമ്മയ്ക്കൊക്കെ മനസ്സിലാവും കുട്ടി. എന്നെയല്ല, ദൈവാനുഗ്രഹം ഉണ്ടാവാൻ പ്രാർത്ഥിച്ചാ മതി മോള്. അമ്മു അതിനൊരു നിമിത്തം ആവുമെന്നേ ഉള്ളൂ. ഇപ്പോ പെട്ടെന്നെന്താ മോൾക്ക് അമ്മയെ കാണണമെന്ന് തോന്നിയത്? അത് പറയൂ. എന്താ എന്റെ മോൾക്കൊരു സങ്കടം? ഇല്ല, ഒന്നുമില്ലമ്മേ. അനിയത്തിമാരെ ഓർത്തുള്ള ആദ്യ. എല്ലാവരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് മതി എന്റെ കല്യാണം എന്ന് വിചാരിച്ചിരുന്നതാ ഞാൻ. പിന്നെന്ത് സംഭവിച്ചു? അമ്മാവന്റെ മോൻ സുമേഷ് ഏട്ടനോടുള്ള ഇഷ്ടം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുള്ളതല്ലേ. ഇപ്പോ ഞങ്ങളുടെ കല്യാണം നടത്താൻ വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുക. അതാ ഞാൻ അത്യാവശ്യമായിട്ട് അമ്മയെ കാണാൻ വന്നത്. സർവം ശുഭത് കല്യാണം. പക്ഷേ മറ്റൊരാൾ മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് മോളെ. അങ്ങനൊരിഷ്ടം ഒരാൾ പറഞ്ഞിട്ടുണ്ട്. പാവാ.
സഹായിക്കാൻ മനസ്സുള്ള സ്നേഹമുള്ള ആളാ. പക്ഷേ ചെറുപ്പത്തിലെ മുതലേ ഞാൻ ഇഷ്ടപ്പെട്ടതല്ലേ അമ്മാവന്റെ മോനെ. പിന്നെ എങ്ങനെ എനിക്ക്? അത് തിരുത്തണ്ട, നടക്കട്ടെ, നടന്നാൽ നല്ലത്. പക്ഷെ ഒന്നുണ്ട്, സുഭദ്രയ്ക്ക് കല്യാണം തീരുമാനിച്ചിരുന്ന സമയത്താണ് അർജുനൻ അവളെ തേരിലേറ്റി കൊണ്ടുപോകുന്നത്. അതിന് ഭഗവാനായിരുന്നു കൂട്ടുനിന്നിരുന്നത്, സാക്ഷാൽ ശ്രീകൃഷ്ണൻ. അമ്മ പറഞ്ഞതെനിക്ക് മനസ്സിലായില്ല. ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നതല്ല, കാലം കാണിച്ചു തരും.